പ്രിയപ്പെട്ട ദൈവജനമേ, ഓശാനയ്ക്ക് ഒരുക്കമായി ഇന്നലെ നാം യേശു ആഘോഷത്തോടുകൂടി സന്തോഷത്തോടെ കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് ജെറൂസലേം നഗരത്തിലേക്ക് പ്രവേശിക്കുന്നതിനെക്കുറിച്ച് ധ്യാനിച്ചു. അവൻ്റെ ജെറൂസലേം നഗരപ്രവേശനം ആയുധങ്ങൾ ഉപയോഗിച്ച്, അധികാരം ഉപയോഗിച്ച് രാജ്യം പിടിച്ചടക്കാനുള്ള രാജാവിൻ്റെ മനോഭാവത്തോടെയോ പ്രകടനത്തോടെയോ ആയിരുന്നില്ല. പ്രത്യുത വിനയാന്വിതനായി സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ സുവിശേഷത്തിൽ ജനത്തെ മാനസാന്തരത്തിലേക്ക് നയിച്ച് രക്ഷയുടെ, വിശ്വാസത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ചൈതന്യം എല്ലാവർക്കും നൽകിക്കൊണ്ടായിരുന്നു അവിടുന്ന് ആ ദൗത്യം പൂർത്തിയാക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ചത്. ആ ദൗത്യ നിർവഹണത്തിൻ്റെ ഏറ്റവും മനോഹരമായൊരു മേഖലയിലേക്ക് ഈശോ പ്രവേശിച്ചു. അവിടുത്തെ ബലി അർപ്പണത്തിൻ്റെ ഒരുക്കമായി അവിടെ ജെറൂസലേമിലേക്ക് കടക്കുകയാണ്. യേശു അങ്ങനെ കടന്നു വന്നപ്പോൾ അവിടെ ജനങ്ങൾ അവനെ സാഘോഷം സ്വീകരിച്ചതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു. എന്നിട്ട് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൽ 9 മുതലുള്ള തിരുവചനങ്ങൾ, യേശുവിന് മുമ്പിലും പിമ്പിലും നടന്നിരുന്ന ജനങ്ങൾ ആർത്തു വിളിച്ചു. അവർ വെറുതെ അല്ല യേശുവിനെ സ്വീകരിച്ചത്. അവർ കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും മേൽ വസ്ത്രങ്ങൾ വിരിച്ചു, അവരുടെ വസ്ത്രങ്ങൾ നിലത്തു വിരിച്ചു, മരച്ചില്ലകൾ നിലത്തു വിരിച്ചു. അത് കഴിഞ്ഞിട്ട് അവർ ആർത്തു വിളിക്കുകയാണ്. അവരുടെ ആർത്തുവിളി തന്നെ ഒരു പ്രത്യേകമായ വിധത്തിലാണ്. ദാവീദിൻ്റെ പുത്രന് ഹോസാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഈ ഹോസാന എന്ന വാക്കിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം ഞങ്ങളുടെ സഹായത്തിന് പെട്ടെന്ന് വരണമേ എന്നുള്ള ഒരു നിലവിളി പ്രാർത്ഥനയായിരുന്നു. അത് ഞങ്ങളുടെ സഹായത്തിന് പെട്ടെന്ന് വരണമേ എന്നുള്ള നിലവിളി പ്രാർത്ഥനയുടെ ചരിത്ര പശ്ചാത്തലം ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. അത് ഇപ്പോഴത്തെ നമ്മുടെ മാർപ്പാപ്പ ബെനഡിക്റ്റ് 16-ാമൻ പിതാവ് നസ്രത്തിലെ യേശു എന്നുള്ള തൻ്റെ ഗ്രന്ഥത്തിൻ്റെ 2-ാം ഭാഗത്ത് അതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. മാർപ്പാപ്പ അവിടെ എഴുതിയിരിക്കുകയാണ്, കൂടാര പെരുന്നാളിൻ്റെ 7-ാം ദിവസം പുരോഹിതന്മാർ 7 പ്രാവശ്യം ബലിപീഠത്തെ പ്രദക്ഷിണം വെച്ച് മഴയ്ക്കു വേണ്ടി ആവർത്തിച്ചുരുവിടുന്ന പ്രാർത്ഥന പിന്നീട് കൂടാര തിരുനാൾ, യാചനാ തിരുനാളിൽ നിന്ന് സ്തോത്രാർപ്പണ തിരുനാളായി മാറിയപ്പോൾ സഹായത്തിനു വേണ്ടിയുള്ള നിലവിളി ഹർഷാനന്ദത്തിൻ്റെ ആർപ്പുവിളിയായി മാറി. അപ്പോൾ കൂടാര തിരുനാളിന് മഴയ്ക്കു വേണ്ടിയുള്ള നിലവിളി പ്രാർത്ഥനയായിരുന്നു ഇത് എങ്കിൽ, അത് പിന്നീട് അങ്ങനെയുള്ള ഒരു സാഹചര്യമൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ മറ്റൊരർത്ഥത്തിലേക്ക് ഒരു സ്തോത്രാർപ്പണത്തിനുള്ള തിരുനാളായി അത് മാറിക്കഴിഞ്ഞപ്പോഴേക്ക് സഹായത്തിനു വേണ്ടിയുള്ള നിലവിളി വലിയ ആത്മീയ ആനന്ദത്തിൻ്റെ, ഹർഷാനന്ദത്തിൻ്റെ ഒരു ആർപ്പുവിളിയായിട്ട് മാറി. യേശുവിൻ്റെ കാലം വന്നപ്പോഴേക്ക് വരാനിരിക്കുന്ന മിശിഹായെക്കുറിച്ചുള്ള പ്രതീക്ഷയുടെ ഒരു നിറമുള്ള വാക്കായി അത് മാറിയെന്നും മാർപ്പാപ്പ എഴുതി വച്ചിരിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ കാലഘട്ടത്തിൽ ജനങ്ങൾ ഹോസാന എന്ന് പറയുമ്പോൾ യേശുവിനെ എതിരേൽക്കാൻ വേണ്ടി വന്ന ജനം അത് പറഞ്ഞപ്പോൾ അത് വലിയ ഒരു ജയഘോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ ആർപ്പുവിളിയായിട്ട് മാറുകയാണ്. സഹായത്തിനുള്ള നിലവിളിയിലുപരിയായി അതൊരു ആനന്ദത്തിൻ്റെയും വലിയ ആത്മീയ അനുഭൂതിയുടെയും പശ്ചാത്തലത്തിലുണ്ടായ പ്രാർത്ഥനയായിട്ട് മാറി. ഞാൻ അതിൽ രണ്ടും കൂടെ കൂട്ടിച്ചേർത്തൊരു ആത്മീയാർത്ഥം കാണാൻ ശ്രമിക്കുകയാണ്. ഞങ്ങളുടെ സഹായത്തിന് പെട്ടെന്ന് വരണമേ എന്ന് അവർ നിലവിളിക്കുമ്പോൾ ഒരു പക്ഷേ റോമാ സാമ്രാജ്യത്തിൻ്റെ അടിമത്തത്തിൽ കിടന്നിരുന്ന ആ ജനത യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു. അവരുടെ പ്രതീക്ഷയിൽ ഒരു മിശിഹ, വരാനിരിക്കുന്ന രാജാവ്, രക്ഷകൻ യേശുവിനെ അവർ കണ്ടപ്പോൾ ഈ വരാനിരിക്കുന്ന രക്ഷകൻ പെട്ടെന്ന് വന്ന് ഞങ്ങളെ സഹായിക്കുന്നു, ആ സഹായിക്കുന്നവനാണ് ഈ വരുന്നത് എന്നുള്ള ഒരു അന്തരാർത്ഥത്തിലായിരിക്കാം ഒരുപക്ഷെ അവർ നിലവിളിച്ചത്. അപ്പോൾ യഹൂദ ജനതയുടെ പ്രത്യേക പശ്ചാത്തലത്തിൽ അവർ ഏതർത്ഥത്തിൽ യേശുവിനെ എതിരേറ്റതാണെങ്കിലും ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. യേശുവിനെ എതിരേറ്റപ്പോൾ ഉപയോഗിച്ച ആ പ്രാർത്ഥനയ്ക്ക്
നൂറ്റാണ്ടുകളുടെ സഹസ്രാബ്ദങ്ങളുടെ ചരിത്ര പശ്ചാത്തലമുണ്ട്. ഇന്നും അത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. ഹോസാന തിരുനാൾ ആഘോഷിക്കുന്ന നമ്മൾ പെട്ടെന്ന് സഹായത്തിന് വരണമേ എന്നുള്ള നിലവിളി പ്രാർത്ഥനയായിട്ടല്ല ഇന്ന് നമ്മൾ ഈ പ്രാർത്ഥന ഉപയോഗിക്കുന്നത്. യഹൂദ ജനത ഉപയോഗിച്ചത് അങ്ങനെയല്ല എന്ന് ബൈബിൾ പണ്ഡിതന്മാരും ദൈവശാസ്ത്രജ്ഞന്മാരും പറയുന്നു, മാർപ്പാപ്പായും പറഞ്ഞു വച്ചിരിക്കുന്നു. അപ്പോൾ യേശുവിനെ സന്തോഷത്തോടെ സാഘോഷം എതിരേറ്റ ദൈവജനം, അത് പല ഗണത്തിൽപ്പെട്ടവരാ നമ്മൾ മനസ്സിലാക്കി. ഇന്നലത്തെ ധ്യാനത്തിൽ യഹൂദ ജനത ലാസറിൻ്റെ ഉയർപ്പിന് ശേഷം യേശുവിൽ ആകൃഷ്ടരായി വന്നവരുണ്ടായിരുന്നു. തീർത്ഥാടകരായി കടന്നു വന്ന ജനതയുണ്ടായിരുന്നു. യേശുവിൻ്റെ ശിഷ്യ സമൂഹത്തിൽപ്പെട്ടവരുണ്ടായിരുന്നു. യേശുവിനെ അനുഗമിച്ചിരുന്ന വിശ്വാസികളുണ്ടായിരുന്നു. തൊട്ടടുത്തുള്ള ഗ്രാമങ്ങളിൽ ബഥനിയയിലും ബത്ബഗയിലുമുള്ള ജനങ്ങളുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി യേശുവിനെ അങ്ങ് സ്വീകരിച്ചു. അത് കഴിഞ്ഞിട്ട് ജനക്കൂട്ടമെല്ലാം അങ്ങ് പിരിഞ്ഞുപോയി. ജനക്കൂട്ടമെല്ലാം അവരവരുടെ വീടുകളിലേക്കും അവരവരുടെ കൂടാരങ്ങളിലേക്കും പോയി കഴിഞ്ഞപ്പോൾ യേശു ഒറ്റയ്ക്കാവുന്നു. ഒറ്റയ്ക്കാകുന്ന ഈശോ ഇനി ജനത്തിനിടയിലേക്കല്ല പോകുന്നത്. ഈശോ നേരെ പിതാവിൻ്റെ സവിധത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. പിതാവും പരിശുദ്ധാത്മാവുമായിട്ടുള്ള സംഭാഷണത്തിലേക്ക് ഈശോ കടന്നു ചെല്ലുകയാണ്. അവിടെ ഒലിവ് മലയിൽ ഏകാന്തതയിൽ അവിടുന്ന് പ്രാർത്ഥിച്ചൊരുങ്ങുവാനായി കടന്നു ചെല്ലുകയാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, കുറച്ചും കൂടി വായിച്ചു ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഈശോ പിന്നീട് ജെറൂസലേം ദേവാലയമൊക്കെ നടന്ന് കണ്ടു. അത് കഴിഞ്ഞിട്ട് ഈശോ ജെറൂസലേം ദേവാലയത്തെ ശുദ്ധീകരിക്കുന്നുണ്ട്. അത് വലിയൊരു ആത്മീയ അർത്ഥമുള്ള ഒരു മേഖലയാണ്. ഓശാന പാടി യേശുവിനെ നമ്മൾ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് കഴിഞ്ഞിട്ട് അടുത്തതായി ഈശോ നമ്മുടെ ഇടയിൽ, നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ജീവിതത്തിൽ, ജീവിത വിശദാംശങ്ങളിൽ ഇടപെടുവാനും അവിടെ ശുദ്ധീകരണം നടത്തുവാനും യേശുവിനെ നമ്മൾ അനുവദിക്കണം. കാരണം നാം ആർജിച്ചതും നമ്മുടെ കൈവശമുള്ളതും നമ്മൾ നേടിയതെന്ന് നമ്മൾ കരുതുന്നതുമായ പലതും ഒരു പക്ഷേ ദൈവപിതാവിൻ്റെ പദ്ധതി പ്രകാരമുള്ളതായിരിക്കില്ല. ഈശോ തന്നെ പറഞ്ഞല്ലോ മത്തായി 15:13, എൻ്റെ പിതാവിനാ നടപ്പെടാത്ത ചെടികളെല്ലാം പിഴുതെറിയപ്പെടണം. ചിലപ്പോൾ പിതാവ് നട്ടതല്ലാത്ത ചെടികൾ നമ്മിൽ വളർന്നു വരുന്നത് തിരിച്ചറിയാനോ അല്ലെങ്കിൽ അത് പറിച്ചു കളയാനോ നമ്മെക്കൊണ്ട് പറ്റാത്തത് കൊണ്ട് ഏതാണ് പിതാവിൻ്റെ പദ്ധതി പ്രകാരമുള്ള വിശുദ്ധ ചെടികൾ, ഏതാണ് നമ്മുടെ നാശത്തിനു വേണ്ടി പിശാചു കൊണ്ടുവന്നിരിക്കുന്ന വിഷച്ചെടികൾ എന്ന് തിരിച്ചറിയാനുള്ള പക്വതയോ ആത്മീയ വളർച്ചയോ നമ്മൾ പ്രാപിച്ചിട്ടില്ലാത്തത് കൊണ്ട് യേശുവിനെ നമ്മളുടെ ഉള്ളിൽ പ്രവർത്തിക്കാൻ അനുവദിക്കണം. അതിന് ഇങ്ങനെ ചെയ്യാമെന്നാണ് പരിശുദ്ധാത്മാവ് എനിക്കിപ്പോൾ തോന്നൽ തരുന്നത്. യേശുവിനെ നമ്മൾ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനങ്ങളിലൊന്നായ ധ്യാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം. ധ്യാനമെന്ന് ഉദ്ദേശിക്കുന്നത് ഈശോ ഒരു വചനവുമായി, ഒരു ദൈവിക സന്ദേശവുമായി, ഒരു ദൈവിക ഇടപെടലുമായി, അല്ലെങ്കിൽ ഒരു തിരുത്തലായി, അല്ലെങ്കിൽ ഒരു നിർദ്ദേശവുമായി നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ ശാന്തമായി സ്വസ്ഥമായിരുന്ന് യേശു എന്തു പറയുന്നു എന്ന് കേൾക്കാൻ വേണ്ടി ഏകാന്തതയിൽ, മൗനത്തിൽ ദൈവത്തിനു മുമ്പിൽ കാത്തിരിക്കണം. അതിന് ഏറ്റവും പറ്റിയ സ്ഥലം ഒന്നുകിൽ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന ദൈവാലയമാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ മുറിയാണ്. ഒരു പക്ഷേ വിജനപ്രദേശത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കുന്നത് ചിലർക്ക് നല്ലൊരു അനുഭവമായിരിക്കാം. പക്ഷേ ആ പ്രാർത്ഥിച്ച ആ പ്രദേശത്തിനൊരു അഭിഷേകം വരുത്തിയിട്ട് വേണം അവിടെ എങ്ങനെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുവാൻ. പ്രാർത്ഥനാ മുറി, ദൈവാലയം, അല്ലെങ്കിൽ വിജനപ്രദേശത്ത് പ്രാർത്ഥിച്ച് അഭിഷേകമാക്കിയ ഒരു വേദി, അവിടെ ഇരുന്ന് നമ്മുടെ ഉള്ളിലേക്ക് യേശുവിനെ സ്വീകരിച്ച് കഴിയുമ്പോഴേക്ക് ജെറൂസലേം നഗരത്തിലേക്ക് യേശുവിനെ സാഘോഷം സ്വീകരിച്ച ജനത, അവരിൽ എന്തെങ്കിലും ഈശോ ചെയ്യാൻ വേണ്ടി അവരവിടെ യേശുവിൻ്റെ അടുത്തിരുന്നില്ലെങ്കിലും ഈശോ അവരുടെ ഉള്ളിൽ എന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കാവുന്ന ഒരു പ്രവൃത്തിയിലേക്ക് പ്രവേശിച്ചു. അതാണ് രക്ഷാകര ബലി. യേശു ഓശാന കഴിഞ്ഞതിന് ശേഷം, പിന്നീടുള്ള ഒരുക്കത്തിൻ്റെ ദിനങ്ങൾ കഴിഞ്ഞതിന് ശേഷം രക്ഷാകര ബലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങളിലേക്കൊക്കെ കിടക്കുന്നതായിട്ട് നമുക്കറിയാം. ദുഃഖവെള്ളിയാഴ്ച, അവിടുത്തെ മരണം, പിന്നീടൊരു ഉയർപ്പ്. അപ്പോൾ യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ക്ഷണിക്കുമ്പോൾ അന്ന് ആ ജനക്കൂട്ടം ചെയ്തതുപോലെ ആയിരിക്കില്ല നമ്മൾ ചെയ്യേണ്ടത്. അവരെന്ത് ചെയ്തു? അവർ യേശുവിനെ സ്വീകരിച്ചതിന് ശേഷം
അവരവരുടെ വഴിയിലേക്ക്, അവരവരുടെ വീടുകളിലേക്ക്, അവരവരുടെ വിശ്രമ സങ്കേതങ്ങളിലേക്ക് പോയി. നമ്മൾ യേശുവിനെ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിച്ചതിന് ശേഷം, യേശു നമ്മുടെ ഉള്ളിൽ വസിക്കാൻ അനുവദിച്ചതിന് ശേഷം, യേശുവിന് അവിടെ പ്രവർത്തിക്കാനായിട്ടുള്ള എല്ലാ തരത്തിലുള്ള അനുകൂല സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. പലകാര്യ വ്യഗ്രതകളിൽ നിന്ന്, ജീവിത വ്യഗ്രതയിൽ നിന്ന്, ലോകമോഹങ്ങളിൽ നിന്ന് മനസ്സിനെ സ്വതന്ത്രമാക്കി പൂർണ്ണമായി യേശുവിന് വിട്ടുകൊടുത്ത് കുറേ സമയം ധ്യാനത്തിൽ ചെലവഴിച്ചാലേ യേശു അന്ന് ജെറൂസലേം ദേവാലയത്തിൽ ചെയ്ത കാര്യം നമ്മുടെ ഉള്ളിൽ ചെയ്യാൻ ഈശോയ്ക്ക് പറ്റും. ഈശോ എന്തു ചെയ്തു? ആദ്യം പോയി അവിടെയുള്ള ആ ബിസിനസ്സിൻ്റെയും കച്ചവടത്തിൻ്റെയും അവിടെയുള്ള പിതാവിൻ്റെ ഭവനത്തെ കള്ളന്മാരുടെ ഗുഹയാക്കുന്ന നടപടികളിലെ വിശദാംശങ്ങൾ ഈശോ അന്വേഷിച്ചറിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഈശോ ചെന്ന് അവിടെയുള്ള എല്ലാ തെറ്റുകളും തിരുത്തുകയാണ്. ഈശോ വലിയ കോപത്തോടെ, വലിയ അധികാരത്തോടെ അവിടെയുള്ള തിന്മകൾക്കെതിരെ അവിടുന്ന് സ്വരമുയർത്തി നടപടിയെടുത്തു. അത് ഉപകാരപ്രദമായി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈശോ ഇതുപോലെ കടന്നു വന്ന് നമ്മൾ തിരുത്തൽ വരുത്തും. ഞാൻ സംഭവം ഓർക്കുകയാണ്. ധ്യാനിക്കാൻ വന്ന ആള് സത്യത്തിൽ അയാൾ വന്നത് വിദേശത്തേക്ക് പോകാനായിട്ടുള്ള ഒരു വിസ ശരിയായി കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ്. കാരണം അയാളുടെ കൂടെ ചീട്ടുകളി സംഘത്തിൽപ്പെട്ട മദ്യപാന കൂട്ടായ്മയിലുണ്ടായിരുന്ന 3 പേര് ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ധ്യാനം കൂടി. അവർ മദ്യപാനം ഉപേക്ഷിച്ചു, ചീട്ടുകളി ഉപേക്ഷിച്ചു. ഏതാണ്ട് 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴേക്ക് അവർക്ക് 3 പേർക്കും വിസ കിട്ടി പുറത്തു പോകാൻ. അവർ ഒരുമിച്ച് പഠിച്ചവരാണ്. ഈ 4 കൂട്ടുകാരിൽ 3 പേരും പോയത് മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിച്ചപ്പോഴാണെന്നുള്ള അറിവിൽ അയാൾ ധ്യാനിക്കാൻ വേണ്ടി ഇവിടെ വന്നു. അയാൾ 2-ാം ദിവസം എൻ്റെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കൂട്ടുകാർക്ക് 3 പേർക്കും വിസ കിട്ടി. അപ്പം വിശദവിവരങ്ങൾ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അവർ എൻ്റെ കൂടെ കമ്പനി കൂടി നടന്നിരുന്നവരാണ്, പക്ഷേ ധ്യാനം കഴിഞ്ഞപ്പോൾ അവന്മാർ പുണ്യാളന്മാരായി, എൻ്റെ കൂടെ ചീട്ട് കളിക്കാൻ വരില്ല, അതുപോലെ വൈകുന്നേരം കള്ളു കുടിക്കാൻ എൻ്റെ കൂടെ ഇരിക്കില്ല. എനിക്ക് അവരുടെ എതിർപ്പുണ്ട്, പക്ഷേ ഇപ്പോൾ അവർക്ക് വിസ കിട്ടി, അതുകൊണ്ട് അച്ഛൻ എൻ്റെ കാര്യം കൂടി ഒന്ന് ശരിയാക്കി തരണം. ഞാൻ പറഞ്ഞു, ഞാൻ വിസ ഏജൻ്റ് അല്ല. അപ്പം പറഞ്ഞു, അതൊന്നും അല്ല, അച്ഛനതൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് അവർ പറഞ്ഞത്. അവരങ്ങനെ പറഞ്ഞു. അവരങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ അച്ഛൻ്റെ അടുത്ത് ചെല്ലാൻ എന്നോട് പറയുന്നു, അപ്പം വിസ റെഡിയാകുമെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ഏതായിരുന്നാലും ഒരു കാര്യം ചെയ്യുക, വിസ കർത്താവ് തരുന്നതിന് മുമ്പ് കർത്താവിന് ഒരു വിസ കൊടുക്കാൻ പറഞ്ഞു. അയാൾ ചോദിച്ചു, എന്താ ഉദ്ദേശിച്ചത്? കർത്താവിന് എൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ NOC വിസ കൊടുക്കുന്ന നടപടി ആദ്യം നമ്മൾ എടുക്കണം. അതിനെന്ത് ചെയ്യണം? ലാസറിൻ്റെ കുഴിമാടത്തിൽ നിന്ന് കർത്താവ് ജനക്കൂട്ടത്തോട് കല്ലുരുട്ടി മാറ്റാൻ പറഞ്ഞില്ലേ? തടസ്സം അവർ മാറ്റി കൊടുക്കണം. കല്ലുരുട്ടി മാറ്റാൻ പറഞ്ഞതുപോലെ ഇന്ന് സഹോദരൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവ് യേശുവിൽ വിശ്വസിക്കണമെന്നും ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കാനായിട്ടുള്ള മനസ്സോടെ ഇവിടെ നിൽക്കണമെന്നും യേശു തരുന്നതെല്ലാം സ്വീകരിക്കാൻ തയ്യാറാണെന്നും അത് താൽക്കാലികമായ ലൗകികമായ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അനശ്വരമായ സ്വർഗീയമായ ദൈവികമായ സമ്മാനങ്ങൾക്ക് വേണ്ടി കൂടിയാണ് എന്നുള്ള ഒരു വിശ്വാസ പ്രഖ്യാപനത്തോടെ ഈശോയുടെ മുമ്പിൽ നിൽക്ക്. വീസ 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 എന്ന് ചോദിക്കാതെ, കർത്താവെ, അങ്ങ് എൻ്റെ ഹൃദയത്തിൽ വന്ന് അത്ഭുതം പ്രവർത്തിച്ച് എന്നിൽ അങ്ങയുടെ നടപടികൾ ആരംഭിക്കണമെന്ന് പറയുക. അപ്പോൾ കർത്താവ് വേണ്ടതെല്ലാം ചെയ്തുകൊള്ളും. അതുകൊണ്ട് ലക്ഷ്യം ആദ്യം ഉണ്ടായിരിക്കേണ്ടത് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമുള്ള ഒരു ജീവിത പുനഃക്രമീകരണമാണ്. അതിന് ഈശോ അനുവദിക്കുക. പ്രിയപ്പെട്ടവരെ, ജെറൂസലേം ദേവാലയത്തിൽ കടന്നു ചെന്ന് അവിടെ ശുദ്ധീകരണ പ്രക്രിയ നടത്തിയ കർത്താവ്, പിതാവിൻ്റെ ഭവനം കള്ളന്മാരുടെ ഗുഹയാക്കരുതെന്ന് പ്രഖ്യാപിച്ച കർത്താവ്, അത് സകല ജനതകൾക്കുള്ള പ്രാർത്ഥനാലയമായിരിക്കണമെന്ന് പ്രഖ്യാപിച്ച കർത്താവ്, പ്രവചനങ്ങൾ പൂർത്തീകരണമായി ഈ വലിയ നടപടിയെടുത്ത കർത്താവ് ഇന്നും നമ്മുടെ ഹൃദയത്തിൽ വന്ന് ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിക്കുന്ന കർത്താവ് ഓശാന പാടി ഹല്ലേലൂയ പാടി യേശുവിനെ സ്വീകരിച്ച് കഴിയുമ്പോൾ ഈശോ വന്ന് ഹൃദയ ശുദ്ധീകരണം നടത്തും. ഈശോ ഹൃദയത്തിൽ പ്രവേശിച്ച് ശുദ്ധീകരണത്തിന് യേശുവിനെ നമ്മൾ അനുവദിക്കുന്നില്ലെങ്കിൽ ഈ ഓശാന നിരർത്ഥകമാണ്, ഈ ഹല്ലേലൂയ പാടൽ നിരർത്ഥകമാണ്. കാരണം ജെറൂസലേമിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾ അവരെല്ലാം യേശുവിനെ സന്തോഷത്തോടെ സ്വീകരിച്ച് രക്ഷകനായി മിശിഹായിട്ട് അവരോധിച്ചവരല്ല. ജനക്കൂട്ടത്തിൽപ്പെട്ട പലരും അവരുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങളോ ലൗകിക സ്വപ്നങ്ങളോ പാപകരമായിട്ടുള്ള ശൈലികളുമായിട്ട് അവിടെ നിന്നിരുന്നവരായിരുന്നിരിക്കാം. പ്രിയപ്പെട്ടവരെ, യേശു ആരെയും വ്യക്തിപരമായി അവിടെ തൊടുന്നില്ല, ആരെയും വ്യക്തിപരമായി അവിടെ വിളിച്ച് തിരുത്തുന്നില്ല.
പൊതുവായ ചില കാര്യങ്ങൾ ചെയ്യുന്നു. ലോകരക്ഷയ്ക്ക് വേണ്ടി വന്നവൻ ലോകം മുഴുവന് വേണ്ടിയുള്ള ദൈവിക സന്ദേശം അവതരിപ്പിക്കുന്നു, അതിനുള്ള രക്ഷാകര നടപടി നടത്തുന്നു. അത് യേശു ജെറൂസലേം ദേവാലയ ശുദ്ധീകരണ കർമ്മത്തിലും ചെയ്തു. അപ്പോൾ ഈ ജെറൂസലേം ദേവാലയ ശുദ്ധീകരണം ഓശാന ആചരണവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഓശാന പാടി യേശുവിനെ സ്വീകരിക്കുന്നവര് യേശു നമ്മുടെ ഉള്ളിൽ വലിയ ശുദ്ധീകരണം നടത്താൻ അനുവദിക്കുകയും കൂടെ ചെയ്യണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതമായി തട്ടിച്ചു നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഈ ഒരു മേഖലയിൽ വെച്ച് ധ്യാനിച്ചു നോക്കുമ്പോൾ, നമുക്ക് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ വലിയ സന്തോഷമുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈശോ നമ്മുടെ ഉള്ളിൽ ചില വെട്ടിയൊരുക്കലുകൾ, പുനഃക്രമീകരണങ്ങൾ നടത്താനായിട്ട് ഈശോ നമ്മൾ അനുവദിക്കുന്നില്ലായിരിക്കാം. എങ്കിൽ നമ്മൾ ഇന്നൊരു തിരുത്തു വരുത്തുക. ഓശാന പാടി യേശുവിനെ എതിരേറ്റ ജനങ്ങൾ സങ്കീർത്തനം 118 ഒരു വചനം പറയുന്നതായിട്ട് നമ്മൾ മത്തായി സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന വാക്യം ഇസ്രായേലില് തീർത്ഥാടകർക്ക് വേണ്ടിയുള്ള ആരാധനാക്രമത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ഭാഗമായിരുന്നു. തീർത്ഥാടകർ കയറി വരുമ്പോൾ പുരോഹിതന്മാർ നടത്തുന്ന പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ് കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. അപ്പോൾ യേശുവിനെ ജനങ്ങൾ ആ പ്രാർത്ഥന, യഹൂദർ ഉപയോഗിക്കുന്ന പ്രാർത്ഥനയുടെ ഈ സ്വാഗതാശംസയോടുകൂടിയുള്ള പ്രാർത്ഥനയുടെ സങ്കീർത്തനം 118:26 അപ്പോൾ ഈ സങ്കീർത്തനവും കൂടെ ഏറ്റു പറഞ്ഞുകൊണ്ടാണ് യേശുവിനെ സ്വീകരിക്കുക. തീർത്ഥാടകർക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന അനുഗ്രഹ പ്രാർത്ഥന പിന്നീട് ദൈവത്തിൻ്റെ നാമത്തിൽ വരുന്നവനും തലമുറകൾ കാത്തിരുന്നവനും എല്ലാ വാഗ്ദാനങ്ങൾ നിവർത്തിക്കുന്നവനും പ്രഘോഷിച്ചിരുന്നവനുമായ യേശുവിനെ എതിരേൽക്കാനുള്ള സ്തുതിഗീതമായി മാറിയെന്ന് മാർപ്പാപ്പ നസ്രത്തിലെ യേശു എന്ന ഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. ഇവിടെ നമുക്കൊരു കാര്യം ധ്യാന വിഷയമാക്കാനുണ്ട്. യേശുവിനെ ജെറൂസലേം നിവാസികൾ എതിരേറ്റപ്പോൾ എല്ലാവരും തന്നെ വലിയ ഹൃദയശുദ്ധിയോടെ ആയിരിക്കില്ല സ്വീകരിച്ചത്. കുറെ പേരൊക്കെ നല്ല ലക്ഷ്യങ്ങളല്ലാതെ അവിടെ ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ അവിടെ മറ്റൊരു സംഭവം ഉണ്ടാകുന്നുണ്ട്. യേശു ജെറൂസലേം ദേവാലയത്തിൽ കയറിയപ്പോൾ നഗരം മുഴുവൻ ഇളകി വശായി എന്ന് അവിടെ എഴുതി വച്ചിരിക്കുന്നു. 10-ാം തിരുവചനത്തിൽ ജെറൂസലേമിൽ പ്രവേശിച്ചപ്പോൾ നഗരം മുഴുവൻ ഇളകി വശായി. നമ്മൾ വായിക്കുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 3-ാം തിരുവചനത്തിൽ, ജ്ഞാനികൾ ഹെരോദോസിന്റെ കൊട്ടാരത്തിലെത്തിയപ്പോൾ ഹെരോദോസ് അസ്വസ്ഥനായി, ജെറൂസലേം നഗരം മുഴുവനും അസ്വസ്ഥരായി എന്ന് എഴുതി വച്ചിരിക്കുന്നു. യേശുവിൻ്റെ വരവിൻ്റെ വേളയിൽ ആർക്കാണ് ഈ അസ്വസ്ഥത ഉണ്ടാവുക? യേശുവിൻ്റെ തിരുനാമം കേൾക്കുമ്പോൾ ആരാ ഇങ്ങനെ ഇളകുന്നത്? യേശുവിൻ്റെ തിരുസാന്നിധ്യത്തിൽ ആരാ ഞെട്ടിവിറയ്ക്കുന്നത്? അവർക്ക്, യേശുവിൻ്റെ ചൈതന്യമില്ലാത്തവർക്ക്, അവരെ ഇളക്കി വച്ചാക്കുന്ന, അസ്വസ്ഥരാക്കുന്ന, ഭയപ്പെടുത്തുന്ന ദുരാത്മാവിൻ്റെ സ്വാധീനമുണ്ട്, പിശാചിൻ്റെ സ്വാധീനമുണ്ട്. അപ്പോൾ മാത്രമല്ല, അവിടെ മറ്റൊരു കാര്യം കൂടി എഴുതി വച്ചിരിക്കുകയാണ്. ഗ്രീക്ക് ഭാഷയിൽ എസൈസ്തേ എന്നൊരു വാക്കാണ് അവിടെ എഴുതിയിരിക്കുന്നതാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുക. എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാച്യാർത്ഥം ഭൂകമ്പം ഉണ്ടായി എന്നാണ്, എസൈസ്തേ എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ എസൈസ്തേ എന്ന ഭൂകമ്പം ഉണ്ടായി എന്ന വാക്ക് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് ബൈബിളിൽ. അതിൻ്റെ അർത്ഥം എന്താണ്? ഭൂകമ്പം പോലെയുള്ള ഒരു ഇളകി മറിയൽ അവിടെ നടന്നത്. അവിടെ ജനങ്ങളാണ് പ്രകമ്പനം കൊണ്ടത്. അപ്പം ഇവിടെ യേശുവിൻ്റെ വരവിൽ എവിടെയെങ്കിലുമൊക്കെ ഇളക്കം തട്ടുന്നുണ്ട്. ജെറൂസലേം ദേവാലയത്തിൻ്റെ അകത്തൊരു വലിയ ഇളക്കം തട്ടി, ജനഹൃദയങ്ങളിൽ ഇളക്കം തട്ടി, അധികാര വൃന്ദങ്ങളിൽ ഇളക്കം തട്ടി. അവരുടെ അധികാരത്തിനും അവരുടെ ക്രമീകരണങ്ങൾക്കും അഭിഷേകമില്ലാത്തതുകൊണ്ട് അവർക്ക് യേശുവിൻ്റെ വരവിനെ ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പ്രിയപ്പെട്ടവർ, യേശുവിൻ്റെ ജന്മാവസരത്തിൽ ആട്ടിടയന്മാർക്ക് ഈ അസ്വസ്ഥത ഉണ്ടായില്ലല്ലോ. അവർ യേശുവിനെ കുമ്പിട്ട് ആരാധിച്ചില്ലേ? ജ്ഞാനികൾക്ക് ഈ അസ്വസ്ഥത ഉണ്ടായില്ല, മറിയത്തിന് ഔസേപ്പിനും ഉണ്ടായില്ല, മാലാഖമാർക്കുണ്ടായില്ല. അവിടെയെല്ലാം സന്തോഷവും, അവിടെയെല്ലാം ആനന്ദവും, അവിടെയെല്ലാം സംതൃപ്തി ഉണ്ടായി. അപ്പം പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ തിരുമൊഴികൾ കേൾക്കുമ്പോൾ, യേശുവിനെ എതിരേൽക്കുന്ന ഹോസാന കേൾക്കുമ്പോൾ, യേശുവിനെ ആരാധിക്കുന്ന ഹല്ലേലൂയ കേൾക്കുമ്പോൾ, യേശുവിൻ്റെ തിരുസാന്നിധ്യത്തിൻ്റെ വാർത്ത അറിയുമ്പോൾ നമ്മിൽ എന്ത് വികാരമുണ്ടാകുക? ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഈ നിമിഷം യേശു എൻ്റെ അടുക്കലേക്ക് എൻ്റെ ആത്മാവിനെ തിരികെ കൊണ്ടുപോകാൻ വേണ്ടി വരികയാണെങ്കിൽ എന്ത് വികാരമാണ് ഉണ്ടാവുക? എന്ത് പ്രതികരണമാണ് എന്നിലുണ്ടാവുക? ഓശാന പാടി യേശുവിനെ എതിരേറ്റ ജനത സന്തോഷത്തോടെ യേശുവിനെ എതിരേറ്റെങ്കിലും
പിന്നീട് യേശുവിൻ്റെ കാൽവരി ബലിയാഗത്തിൻ്റെ വേളയിൽ അവിടെ ഉണ്ടായിരുന്നില്ല. അവരാരൊക്കെയായിരുന്നു പിന്നെ അവിടെ ഉണ്ടായിരുന്നവർ? ബറാബാസിനെ വെറുതെ വിടുക, യേശുവിനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞവരാരും ഇവരല്ല. ചില പ്രാർത്ഥനകൾ കാണുന്നു, ഓശാന പാടി എതിരേറ്റവർ ഇപ്പം മിണ്ടുന്നില്ല. ഇപ്പം ക്രൂരരായ മനുഷ്യരുടെ ആക്രോശം മാത്രമേ കേൾക്കുന്നുള്ളൂ. സത്യത്തിൽ എൻ്റെ ചരിത്ര പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കണം. ഈ ജനതയെല്ലാം യാത്ര ചെയ്ത് വന്നവരാണ്. വളരെ യേശുവിനെ കാണാനുള്ള ആകാംക്ഷയോടെ വന്നവർ യേശുവിനെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അവരുടെ ലക്ഷ്യം പൂർത്തിയായപ്പോൾ അവരൊക്കെ തിരിച്ചുപോയി. യേശു ജെറൂസലേമിലേക്ക് ഗലീലിൽ നിന്ന് വന്നത് തൻ്റെ ബലി പൂർത്തിയാക്കാനാണെന്ന് ഇവരെല്ലാവരും അറിഞ്ഞിട്ടില്ല. യേശുവിൻ്റെ കൂടെ 3 വർഷം വസിച്ചിരുന്ന അപ്പസ്തോലന്മാർ പോലും തിരിച്ചറിഞ്ഞിട്ടില്ല. യേശു വധിക്കപ്പെടാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് ആദ്യത്തെ മാർപ്പാപ്പ ആകാൻ പോകുന്ന പത്രോസ് പോലും പറഞ്ഞത്. ഒരു പക്ഷേ യേശുവിൻ്റെ രക്ഷാകര ബലിയുടെ ആത്മീയ അർത്ഥതലങ്ങളിലേക്ക് പോകാനായിട്ട് പരിശുദ്ധ കന്യകാമറിയത്തിനും യോഹന്നാൻ സ്ലീഹായ്ക്കും സാധിച്ചിരുന്നുകൊണ്ടായിരുന്നിരിക്കാം. അതിൻ്റെ എല്ലാ അർത്ഥങ്ങളും ആഴങ്ങളും ഒരുപക്ഷെ അവർക്ക് വെളിപ്പെട്ട് കിട്ടിയില്ലെങ്കിലും കുറേയെല്ലാം അവർക്ക് മനസ്സിലായതുകൊണ്ടായിരുന്നിരിക്കാം കുരിശിൻ്റെ കൂടെ, കുരിശ് യാത്രയിൽ കാൽവരി കുരിശിൻ ചുവട്ടിൽ ഇവർ രണ്ടുപേരും എപ്പോഴും ഉണ്ടായിരുന്നു. യോഹന്നാനും ഉണ്ടായിരുന്നു, മറിയം ഉണ്ടായിരുന്നു, കുറച്ച് ഭക്തസ്ത്രീകളും അതുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ യേശുവിനെ ക്രൂശിക്കുന്ന വേളയിൽ, യേശുവിൻ്റെ പീഡാസഹന വേളയിൽ, യേശുവിനെ പീലാത്തോസും ഒക്കെ വിചാരണ ചെയ്യുന്ന വേളയിൽ ബറാബാസിനെ വിടണോ ഇവനെ വിടണോ എന്ന് ചോദിച്ചപ്പോൾ ബറാബാസിനെ വിട്ടാൽ മതി എന്ന് ആക്രോശിച്ച ജനക്കൂട്ടം ഇപ്പോൾ ഓശാന പാടി ജനക്കൂട്ടമല്ല, ഇളകി വശായ ജെറൂസലേമിലെ അധികാര വൃന്ദവും അതിൻ്റെ കൂലിപ്പട്ടാളക്കാരെല്ലാവരും കൂടിയായിരുന്നു. നമ്മൾ ഏത് ഗണത്തിൽപ്പെടും? യേശുവിൻ്റെ സാന്നിധ്യത്തിൽ ഇളകി വശായ ജെറൂസലേം നിവാസികൾ തങ്ങളുടെ സ്ഥാനത്തിനും തങ്ങളുടെ പദവിക്കും തങ്ങളുടെ അധികാരത്തിനും കോട്ടം തട്ടുമെന്ന് കണ്ട് അസ്വസ്ഥരായ ഭരണ നേതൃത്വത്തിലുള്ളവർ, അതുപോലെ തന്നെ ഇവരെന്തിനാണ് ഈ ജനക്കൂട്ടത്തെ ഇളക്കുന്നത് ചിന്തിച്ച് സംശയത്തോടെ ദൂരെ മാറിയത് നോക്കിക്കണ്ടവർ, യേശുവിനെ ഓശാന പാടി എതിരേറ്റവരുടെ കൂട്ടത്തിൽ ഓശാന ഓശാന എന്ന് പറഞ്ഞതിൽ ചിലരൊക്കെ യാതൊരു ആത്മീയ അർത്ഥവും മനസ്സിലാക്കാതെ പറഞ്ഞതുമായിരിക്കും. അവരുടെ കൂട്ടത്തിൽ നമ്മൾ വിടുവോ? എന്നാൽ വലിയ ഹൃദയ നറുമല്യത്തോടെ യേശുവേ ഞങ്ങൾ അങ്ങേ സ്വീകരിക്കുന്നു എന്നുള്ള വലിയ വിശ്വാസത്തിൻ്റെ ആഴമുള്ള അനുഭവത്തോടെ യേശുവിനെ സ്വീകരിച്ചു ഗണത്തിൽപ്പെടുവോ? പ്രിയപ്പെട്ടവരെ, ഓശാന തിരുനാളിൻ്റെ ഓശാന ഗീതങ്ങൾ ആലപിക്കുന്ന ശുശ്രൂഷയുടെ ആത്മീയ അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ പോകണം. സഹായത്തിലുള്ള നിലവിളി ആനന്ദത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും വിജയത്തിൻ്റെയൊക്കെ അടയാളമായ ഒരു ആർപ്പുവിളിയായി മാറി യേശുവിൻ്റെ കാലഘട്ടമായപ്പോഴേക്ക്. ഇനി ഈ ഓശാന നമ്മൾ കുർബാനയിൽ ആലപിക്കുന്നുണ്ട്. അതിനൊരു അർത്ഥമുണ്ട്. വിനയാന്വിതനായ കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വന്ന ആ യേശു ഇന്ന് ഒരു ചെറിയ അപ്പത്തിൽ വളരെ വിനയാന്വിതനായി ഇതാ ഈ അൾത്താരയിലേക്ക് വരികയാണ്. ആ വരുന്ന യേശുവിനെ നമ്മൾ മാലാഖമാരോടും സ്വർഗത്തിലുള്ള വിശുദ്ധരോടും ചേർന്ന് നമ്മൾ ഹോസാന പാടി എതിരേൽക്കുകയാണ് കുർബാന മധ്യേ. അപ്പോൾ കുർബാന മധ്യയുള്ള ഓശാന പാടല് യഥാർത്ഥത്തിൽ അന്ന് നിർമ്മല ഹൃദയത്തോടെ ഓശാന പാടി യേശുവിനെ എതിരേറ്റവരുടെ ഓശാനയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. കഴുതക്കുട്ടിയുടെ പുറത്ത് വിനയാന്വിതനായി കടന്നു വന്ന രാജാവായ ഈശോ ചെറിയ അപ്പത്തിൽ എളിയവനായി താഴ്ന്ന തലത്തിലേക്ക് ഇറങ്ങി വന്ന് ഭൗതിക വസ്തുവിൻ്റെ രൂപത്തിലേക്ക് മാറുന്നവനായി അവൻ ഇറങ്ങി വരുമ്പോൾ അവനെ ഇതാ നമ്മൾ സാഘോഷം സ്വീകരിക്കുന്നു ഓശാന പാടി. പ്രിയ ദൈവജനമേ, ഓശാന തിരുനാളിൻ്റെ എല്ലാ സ്വർഗീയ നന്മകളും നമ്മിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും കുർബാനയിൽ ആ ഓശാന പാടുമ്പോൾ, ആ പ്രാർത്ഥന ചൊല്ലുമ്പോൾ യേശുവിനെ അതീവ സ്നേഹത്തോടെ നമ്മൾ അൾത്താരയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അന്നത്തെ യഹൂദ ജനതയ്ക്ക് ഒരുപക്ഷെ പറ്റാതെ പോയി. അവർക്ക് അത്രത്തോളം ശുദ്ധ മനസ്സോടെ ഇങ്ങനെ യേശുവിനെ എതിരേൽക്കാൻ പറ്റിയിട്ടില്ലായിരിക്കും. കാരണം അവർക്ക് അറിഞ്ഞുകൂടായിരുന്നതിൻ്റെ ആത്മീയ അർത്ഥതലം. നമുക്കിപ്പോൾ അറിയാം. ഇനി നമ്മൾ യേശുവിനെ സ്വീകരിക്കുമ്പോൾ എപ്പോഴൊക്കെ ഓശാന പാടുമോ അപ്പോഴൊക്കെ ഈ വിനയാന്വിതനായി നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് നമ്മളെ രക്ഷയുടെ തുറമുഖത്തെത്തിക്കാൻ വേണ്ടി കടന്നു വരുന്ന കർത്താവ്, തിരുവോസ്വരൂപനായി പരിശുദ്ധ കുർബാനയിൽ കടന്നു വരുന്ന കർത്താവിനെ ഓശാന പാടി എതിരേൽക്കുമ്പോഴൊക്കെ നമുക്ക് ഹൃദയത്തിൽ യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് എതിരേൽക്കാം. പ്രിയപ്പെട്ട ദൈവജനമേ, ഓശാന പാടി യേശുവിനെ സ്വീകരിക്കുന്ന നമ്മൾ അന്ന് ജെറൂസലേം ദേവാലയത്തിൽ ഈശോ നടത്തിയ ശുദ്ധീകരണ പ്രക്രിയ നമ്മുടെ ഉള്ളിലും നടത്തുവാനായി നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം.
യേശുവിനെ ഓശാന പാടി എതിരേറ്റ് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് കഴിയുമ്പോൾ നമ്മിൽ ഈശോ നടത്തുന്ന പരിവർത്തനങ്ങൾ, ആത്മാവിലെ പാപക്കറ നീക്കുന്നു, മനസ്സിൻ്റെ മുറിവുണക്കുന്നു, ശരീരത്തിൻ്റെ രോഗങ്ങൾ മാറ്റുന്നു, കുടുംബത്തിലെ തിന്മകൾ നീക്കുന്നു, സമൂഹത്തിൻ്റെ ബന്ധനങ്ങൾ അഴിക്കുന്നു. അങ്ങനെ തുടങ്ങി നൂറായിരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഈശോ ചെയ്യുമ്പോൾ, യേശുവേ അങ്ങിന്നിൽ പ്രവർത്തിക്കുവാൻ, അങ്ങയോട് എന്നെ അനുരൂപപ്പെടുത്തുന്ന അങ്ങയുടെ പദ്ധതി പ്രകാരം അങ്ങ് എന്നിൽ പ്രവർത്തിക്കുമ്പോൾ ഞാൻ അതിനോട് സഹകരിക്കും എന്ന് ഈശോയോട് പറയുക. ഈശോ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നമുക്ക് പരിശുദ്ധ കുർബാനയിലൂടെ ഈ ഓശാന തിരുനാളിൻ്റെ അനുഗ്രഹവും അഭിഷേകവും എല്ലാ ദിവസവും അർപ്പിക്കുന്ന ബലിയിലൂടെ നമുക്ക് എപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കാം. ഇപ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങേ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഓശാന പാടിയത ഞങ്ങൾ സ്വീകരിക്കുന്നു. വലിയ സ്നേഹത്തോടെ ഞങ്ങൾ അങ്ങേ സ്വാഗതം ചെയ്യുന്നു. അങ്ങ് ഞങ്ങളുടെ ഉള്ളിൽ പ്രവേശിച്ച് ഞങ്ങളിൽ പ്രവർത്തിച്ച് ഞങ്ങളെ അങ്ങയോട് അനുരൂപപ്പെടുത്തണമേ. അങ്ങനെ അങ്ങയിൽ ജീവിച്ച് ഈ ലോകത്തിൻ്റെ തിന്മകളിൽ നിന്ന് മോചനം പ്രാപിച്ച് പിതാവിൻ്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങൾ വളരട്ടെ. പിതാവിൻ്റെ പൂർണ്ണതയിൽ നിത്യഭവനത്തിലെത്തുവോളം ഈ നിരന്തരമായ വിശുദ്ധീകരണ അനുഭവത്തിലൂടെ, അങ്ങയുടെ ദിവ്യശക്തിയാലുള്ള വിശുദ്ധീകരണത്തിൻ്റെ ദിവ്യാനുഭൂതിയിലൂടെ ഞങ്ങൾ വളരട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.